എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ചാപ്റ്റർ 3 ആയ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന ലെസനാണ് കേട്ടോ. അപ്പം നോട്ട്സ് കൂടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സ് എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് പോളിസി ഓഫ് 1991. ഇതൊരു എസ്സേ ആയിട്ടാണ് ചോദിക്കാൻ ചാൻസ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1991 എക്കണോമിക് പോളിസി എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്തായിരുന്നു എന്ന് ഞാനിവിടെ 4 പോയിന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് ദി 3 മേജർ കമ്പോണൻസ് ഓഫ് ദിസ് പോളിസി വേർ എന്ന് വെച്ചാൽ ഈ ഒരു പോളിസിയിൽ മെയിനായിട്ട് 3 മേജർ കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട 3 മേജർ കമ്പോണൻസ് ആണ്. നെക്സ്റ്റ് ആണ് എക്കണോമിക് റിഫോംസ്. അതായത് ഇന്ത്യയിൽ എക്കണോമിക് റിഫോംസ് ഉണ്ടാവാൻ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എക്കണോമിക് റിഫോംസ് ഇംപ്ലിമെൻ്റ് ആയത്, അപ്പോൾ അതിന് എന്തൊക്കെയാണ് റീസൺസ് എന്നാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ്? ഡിക്രീസിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, പുവർ പെർഫോമൻസ് ഓഫ് ദി പബ്ലിക് സെക്ടർ, ഇൻഫ്ലേഷണറി BOP ഓർ ഇമ്പോർട്ട്സ് എക്സീഡിങ് എക്സ്പോർട്ട്സ്, ഗവൺമെൻറ് ഹാസ് മാസീവ് ഡെപ്റ്റ്സ് കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 4 പോയിന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ മേജർ കമ്പോണൻസ് ഉണ്ടല്ലോ 3. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആയ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ, കാരണം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 3 മേജർ കമ്പോണൻസ് ആയല്ലേ ഫസ്റ്റ് വൺ ആയ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വായിച്ചു നോക്കുക, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോർമലി അറിയാമല്ലേ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു റിലാക്സേഷൻ ആണ്. ഗവൺമെൻറ് റെഗുലേഷൻ, ഒരു കൺട്രിയിലുള്ള ഗവൺമെൻറ് റെഗുലേഷൻസിൻ്റെ ഒരു റിലാക്സേഷനാണ് എന്തെന്ന് പറയുന്നത്, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് അലോ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിനെ ആയിരിക്കും, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിന് എന്തൊക്കെയുണ്ട്? കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയാണ് ലിബറലൈസേഷൻ എന്ന് മെയിനായിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിൻ്റെ കീഴിൽ കുറച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് റിക്വയർമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ അതിന് മെയിനായിട്ട് അബോളിഷ് ചെയ്തിട്ടുള്ള 5 ഇൻഡസ്ട്രീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതേതൊക്കെയാണ്? ലിക്വർ, സിഗരറ്റ്, ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് ആൻഡ് ഡേഞ്ചറസ് കെമിക്കൽസ്. അതായത് ഇത് 5 അബോളിഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വേണ്ട വെച്ചത് കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒരു 5 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അത് ഏതാണെന്നാണ്. 5 ടൈപ്പ് അല്ല, 5 ഇൻഡസ്ട്രീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ഈസി ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം RBI ആണ് ഒരു മേജർ റോൾ ഇതിൽ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അതായത് RBI മെയിനായിട്ട് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സെക്ടറിനെയൊക്കെ ഒരു കറക്റ്റായിട്ടൊരു മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നത് RBI ആണ്. അതുപോലെ തന്നെ RBI ഇവിടെ മെയിനായിട്ട് ഒരു റെഗുലേറ്റർ എന്ന രീതിക്കാണ് പെർഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് സ്ട്രക്ചർ, അതായത് നമ്മുടെ പലിശയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയില്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരെന്നെയാണ്? RBI തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് ടാക്സ് റിഫോംസ് എന്ന് പറയുന്നത്, അഥവാ ഫിസിക്കൽ റിഫോംസ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇങ്ങനെയുള്ള ഈ ഒരു ലെസണിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. അപ്പോൾ അതെന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാനൊരു 4 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രൈവറ്റൈസേഷൻ മെയിനായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ആരുടെ അണ്ടറിലായിരിക്കും? പ്രൈവറ്റ് സെക്ടറിൻ്റെ അണ്ടറിലായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ആരെന്നെയായിരിക്കും? പ്രൈവറ്റ് സെക്ടർ തന്നെയായിരിക്കും മാനേജ് ചെയ്യാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ഫോർ പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ അഡോപ്റ്റ് ചെയ്ത ചില സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ 2 പോയിന്റ്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് എ കൺട്രിയാണ്. അതായത് ഒരു കൺട്രി, ഒരു എക്കോണമി, അതായത് ഒരു കൺട്രിയിലെ എക്കോണമി എന്തായിട്ട് മാറണം? ഗ്ലോബൽ എക്കോണമി ആയിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്
ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലോബലൈസേഷൻ്റെ ചില ഫീച്ചേഴ്സാണ് ലിബറലൈസേഷൻ ഉണ്ട്, എക്കണോമിക് ആക്ടിവിറ്റി ഗ്ലോബലൈസേഷൻ ഉണ്ട്, ട്രേഡ് ലിബറലൈസേഷൻ ഉണ്ട്, പ്രൈവറ്റൈസേഷൻ ഉണ്ട്, ഇൻക്രീസ്ഡ് കൊളാബറേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഔട്ട്സോഴ്സിങ്. അപ്പോൾ എന്താണ് ഔട്ട്സോഴ്സിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മുടെ അസസ്മെൻറ്റ് ഓഫ് LPG പോളിസീസ്. LPGൻ്റെ എന്തൊക്കെയാണ് ആ ഒരു പോളിസീസിലെ അസസ്മെൻറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് 4 പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഡീമെറിറ്റ്സ്. എല്ലാത്തിൻ്റെയും മെറിറ്റ് മാത്രമായിരിക്കും, ഡീമെറിറ്റും കൂടെ ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നോട്ട്സിൻ്റെ രൂപത്തിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്, അതുകൊണ്ടാണ് അധികം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇങ്ങനെ തന്നെ നോട്ട്സ് പോലെ തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതല്ലാതെ കുറച്ചും കൂടി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 days ചാലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ആയിട്ട് 5 സബ്ജക്ട്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്: എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ഇതെല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സെക്ഷനിൽ എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിലും 65 എബോവ് മാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ PDF കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്താ വെച്ചാൽ ജസ്റ്റ് 199 rupeesനാണ് നമ്മളൊരു ഓൺലൈൻ ട്യൂഷൻ 10 days പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഇതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്, ഇന്നലെ തൊട്ടാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിൽ ആവശ്യമുണ്ട്, എനിക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാൻ പറ്റുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.